ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ തിങ്കളാഴ്ച. രാജ്യത്ത് ഓൺലൈൻ പണമിടപാട് ഗെയിമുകൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. പുതിയ ചട്ടങ്ങൾ ഇന്ന് പ്രാബല്യത്തിൽ. ഡീസലിന്റെയും വ്യോമയാന ഇന്ധനത്തിന്റെയും കയറ്റുമതി തീരുവ കേന്ദ്ര സർക്കാർ കുറച്ചു. തൊഴിലാളികളുടെ ത്യാഗവും സഹിഷ്ണുതയും ഓർമ്മപ്പെടുത്തി ഇന്ന് സാർവദേശീയ തൊഴിലാളി ദിനം. സംസ്ഥാനത്ത് വേനൽമഴ ശക്തി പ്രാപിക്കുന്നു. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL-ൽ ഇന്ന് ഡൽഹി രാജസ്ഥാനെ നേരിടും. ISL-ൽ ജംഷഡ്പൂർ ഗോവ പോരാട്ടം. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം തപാൽ വോട്ടുകളാകും എണ്ണുക. അരമണിക്കൂറിന് ശേഷം വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കുന്ന ഹാളിൽ കർശനമായ നിയന്ത്രണങ്ങളാകും ഏർപ്പെടുത്തുക. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ പ്രവേശിക്കുന്നതിന് റിട്ടേണിംഗ് ഓഫീസർ അടക്കമുള്ളവർക്ക് QR കോഡ് അധിഷ്ഠിത സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ എത്തുന്ന കൌണ്ടിംഗ് ഏജന്റുമാർക്ക് വേണ്ടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ മാനദണ്ഡങ്ങൾ നൽകിയിട്ടുണ്ട്. വോട്ടെണ്ണലിന് മുന്നോടിയായി കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ, കൌണ്ടിംഗ് ഏജന്റുമാരുടെ ക്രമീകരണം, പോസ്റ്റൽ ബാലറ്റ്, EVM വോട്ടുകൾ എന്നിവ എണ്ണുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. മെയ് 4 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന്റെ മുന്നൊരുക്കങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ പുരോഗമിക്കുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെയും പരിസരങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ 3 തരത്തിലുള്ള സുരക്ഷാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ 100 മീറ്റർ പരിധി പ്രത്യേക സോണായി പ്രഖ്യാപിക്കും. ഇവിടേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകില്ല. പ്രവേശന കവാടങ്ങളിൽ കർശന പരിശോധനയും നടത്തും. വോട്ടെണ്ണൽ പ്രത്യേകം നിരീക്ഷിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ ഒരു ഒബ്സർവറെയും നിയമിക്കുന്നുണ്ട്. കൌണ്ടിംഗ് ഏജന്റുമാർക്കും സ്ഥാനാർത്ഥികൾക്കുമായി പ്രത്യേക സൗകര്യങ്ങളും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. റിട്ടേണിംഗ് ഓഫീസർമാർ ഒഴികെയുള്ള ആരുടെയും മൊബൈൽ ഫോണുകൾ വോട്ടെണ്ണൽ മുറിക്കുള്ളിൽ അനുവദിക്കില്ല. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തീർന്ന ശേഷമാണ് EVM കൌണ്ടിംഗ് ആരംഭിക്കുക. തൊഴിലാളികളുടെ സാമ്പത്തികവും സാമൂഹികവുമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി നടത്തിയ പോരാട്ടങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഓർമ്മ പുതുക്കി ഇന്ന് സാർവദേശീയ തൊഴിലാളി ദിനം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തൊഴിലാളികൾക്ക് മെയ് ദിന ആശംസകൾ നേർന്നു. 8 മണിക്കൂർ ജോലി എന്ന ന്യായമായ ആവശ്യത്തിനായി 1886-ൽ അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന ചരിത്രപ്രസിദ്ധമായ ഹേമാർക്കറ്റ് സമരമാണ് മെയ് ദിനത്തിന്റെ ആധാരശില. തുടർന്ന് 1889-ലെ പാരീസ് സോഷ്യലിസ്റ്റ് സമ്മേളനത്തിന്റെ പിന്നാലെയാണ് മെയ് 1 അന്താരാഷ്ട്ര തലത്തിൽ തൊഴിലാളി ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. രാജ്യത്ത് ഓൺലൈൻ പണമിടപാട് ഗെയിമുകൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. പുതിയ ചട്ടങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. 2025-ലെ ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ നിയമത്തിന്റെ ഭാഗമായാണ് നടപടി. പുതിയ ചട്ടങ്ങൾ പ്രകാരം പണം വെച്ചുള്ള ഓൺലൈൻ ഗെയിമുകളുടെ പരസ്യങ്ങൾ നൽകുന്നതിനും സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനും അനുമതിയുണ്ടാവില്ല. നിയമലംഘനത്തിന് തടവും പിഴയും ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികളും ഉണ്ടാകും. ഗെയിമിംഗ് മേഖലയെ നിരീക്ഷിക്കുന്നതിനായി കേന്ദ്ര IT മന്ത്രാലയത്തിന് കീഴിൽ ഓൺലൈൻ ഗെയിമിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഏകീകൃത റെഗുലേറ്റർ രൂപീകരിച്ചു. ഇന്ന് ബുദ്ധപൗർണിമ. ഗൗതമ ബുദ്ധൻ ജനിച്ചതും നിർവ്വാണം പ്രാപിച്ചതും ഇതേ ദിവസമാണ്. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബർമ, തായ്ലൻഡ്, ടിബറ്റ്, കൊറിയ തുടങ്ങി ലോകമെമ്പാടുമുള്ള ബുദ്ധമത വിശ്വാസികൾ ഈ ദിവസം ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ ബുദ്ധപൂർണിമ ആശംസകൾ നേർന്നു. ബുദ്ധന്റെ അധ്യയനങ്ങൾ സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും പരസ്പര ഐക്യത്തിന്റെയും പാതയിലേക്ക് സഞ്ചരിക്കാൻ സർവരെയും പ്രചോദിപ്പിക്കുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ബുദ്ധപൂർണിമയിൽ പാലക്കാട് ജില്ലയിലെ ബുദ്ധമത വിശ്വാസികൾ ഒത്തുകൂടുന്ന ഇടമാണ് കാക്കയൂർ വൃന്ദാവനത്തിലെ ബോധിവൃക്ഷ ചുവട്ടിലെ ബുദ്ധക്ഷേത്രം. എല്ലാ വർഷത്തെയും പതിവിന് ഇക്കുറിയും മാറ്റമില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. കാക്കയൂർ വൃന്ദാവനം വീട്ടിലെ കുട്ടികൃഷ്ണൻ നായരാണ് ബുദ്ധഗയയിൽ നിന്ന് 3/4 നൂറ്റാണ്ട് മുൻപ് ബോധിവൃക്ഷത്തൈ കൊണ്ടുവന്ന് വീടിന് മുന്നിൽ വഴിയരികിൽ നട്ടത്. ബോധിവൃക്ഷത്തൈ നൽകുമ്പോൾ ബുദ്ധസന്യാസിമാർ വെച്ച ഒരു നിബന്ധന ജനങ്ങൾക്ക് തണലേകുന്ന ഒരിടത്ത് അത് നടണമെന്നായിരുന്നു. ബോധിവൃക്ഷത്തിന്റെ കഥയറിഞ്ഞ കുട്ടികൃഷ്ണൻ നായരുടെ ഒരു സുഹൃത്താണ് വൃക്ഷത്തിന് താഴെ പ്രതിഷ്ഠിക്കാൻ ധ്യാനബുദ്ധ പ്രതിമ സമ്മാനിച്ചത്. അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ ദിവസവും വൈകിട്ട് ഈ ധ്യാനബുദ്ധന് മുന്നിൽ മെഴുകുതിരികൾ എരിയുന്നുണ്ട്. ബുദ്ധപൂർണിമ ആഘോഷങ്ങളുടെ ഭാഗമായി ഇവിടെ എല്ലാ വർഷവും വിവിധ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്.
ഡീസലിന്റെയും വ്യോമയാന ഇന്ധനത്തിന്റെയും കയറ്റുമതി തീരുവ കേന്ദ്ര സർക്കാർ കുറച്ചു. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 23 രൂപയായും വ്യോമയാന ഇന്ധനത്തിന് ലിറ്ററിന് 33 രൂപയായുമാണ് കുറച്ചത്. പെട്രോളിന് കയറ്റുമതി തീരുവയില്ല. അതേസമയം പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ മാറ്റമുണ്ടാകില്ലെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കുന്നതിനാണ് മാർച്ച് 27 മുതൽ ഇന്ധനങ്ങൾക്ക് കയറ്റുമതി തീരുവ ഏർപ്പെടുത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കനത്ത ചൂടിന് ആശ്വാസം പകർന്ന് സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ഇന്നലെ വേനൽ മഴയെത്തി. എന്നാൽ ശക്തമായ മഴയിലും കാറ്റിലും പലയിടങ്ങളിലും നാശനഷ്ടമുണ്ടായി. പാലക്കാട് അട്ടപ്പാടിയിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണ് യുവതി മരിച്ചു. കൽക്കണ്ടി സ്വദേശി സോണിയാണ് മരിച്ചത്. ഗൂളിക്കടവ് ചിറ്റൂർ റോഡിൽ മരങ്ങൾ വീണ് ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ മേഖലയിലുണ്ടായ കനത്ത കാറ്റിലും മഴയിലും ചുങ്കം സെന്റ് മേരീസ് ജ്ഞാനായ കാത്തോലിക് പള്ളിയുടെ സമീപമുള്ള ഗോഡൌണിന്റെ മേൽക്കൂര തകർന്നു വീണ് നാശനഷ്ടമുണ്ടായി. കണ്ണൂരിലെ നഗരപ്രദേശങ്ങളിലും കോഴിക്കോട് മലയോര മേഖലയിലും ഇന്നലെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ പെയ്തു. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ പകൽ 10 മുതൽ 3 മണിവരെയുള്ള സമയങ്ങളിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കേരള ലക്ഷദ്വീപ് മേഖലയുടെ സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയുടെ പുതിയ കൺവീനറായി കാനറ ബാങ്ക് ജനറൽ മാനേജർ സന്തോഷ് VS നിയമിച്ചു. മേഖലയിലെ ബാങ്കിംഗ് പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും ഏകോപിപ്പിക്കുക എന്നതാണ് SLBCയുടെ ലക്ഷ്യം. വേനലവധിക്കാലത്ത് ആലപ്പുഴയിലെ വിനോദസഞ്ചാര മേഖല ഉണർവിൽ. കായലോരത്തും കടലോരത്തുമുള്ള ചെറുതും വലുതുമായ ടൂറിസം സംരംഭങ്ങളിൽ തിരക്ക് വർദ്ധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി രവികുമാർ. സംസ്ഥാനത്തിനകത്ത് നിന്നുള്ള സഞ്ചാരികൾക്ക് പുറമെ തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി ആലപ്പുഴ മാറി. ശിക്കാര വള്ളങ്ങളിലും ഹൗസ് ബോട്ടുകളിലും യാത്ര ചെയ്ത് കായൽ സൗന്ദര്യം ആസ്വദിക്കുക എന്നതാണ് സഞ്ചാരികളുടെ പ്രധാന ലക്ഷ്യം. സഞ്ചാരികളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള ജലയാനങ്ങൾ ആലപ്പുഴയിൽ ലഭ്യമാണ്. തുച്ഛമായ നിരക്കിൽ യാത്ര ചെയ്യാൻ ജലഗതാഗത വകുപ്പിന്റെ യാത്രാ ബോട്ടുകളും ലഭിക്കും. കുട്ടനാട്ടിലെ പുഞ്ചപ്പാടങ്ങളാണ് സഞ്ചാരികളുടെ മുഖ്യ ആകർഷണ കേന്ദ്രങ്ങൾ. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിൽ ചിത്ര പൗർണമി ഉത്സവം ഭക്തിസാന്ദ്രമായി. ചൈത്രമാസത്തിലെ ചിത്തിരനാളിലെ പൗർണമി നാളിൽ മാത്രം ഭക്തർക്കായി തുറക്കുന്ന പുരാതന കണ്ണകി ക്ഷേത്രത്തിലേക്ക് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി 10,000-കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തിയത്. ഇരു സംസ്ഥാനങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഉത്സവം സംഘടിപ്പിച്ചത്. സ്വാതി തിരുനാൾ ജയന്തിയോടനുബന്ധിച്ച് ആകാശവാണിയുടെ കേരള നിലയങ്ങൾ സംയുക്തമായി സംഘടിപ്പിച്ച സ്വാതി തിരുനാൾ സംഗീതോത്സവത്തിന്റെ ഭാഗമായുള്ള സംഗീതാർച്ചന തിരുവനന്തപുരം കോട്ടയ്ക്കകം ലെവി ഹാളിൽ നടന്നു. ആകാശവാണി തത്സമയം പ്രക്ഷേപണം ചെയ്ത സംഗീതാർച്ചനയിൽ മരത്തൂർവട്ടം ബാബു, അജിത് പ്രസാദാർ, ശിവകാമി നടരാജൻ, വി സിത്താര കൃഷ്ണമൂർത്തി, പുഷ്പവതി പൊയ്പ്പാടത്ത് എന്നിവർ സ്വാതി തിരുനാൾ കൃതികൾ അവതരിപ്പിച്ചു. കണ്ണൂർ പെരിങ്ങോം പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 5ാമത് കഥാപ്രസംഗ മഹോത്സവം ഇന്ന് ആരംഭിക്കും. പയ്യന്നൂർ ശ്രീഭവ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ പ്രമുഖ ഖാദികരായ വസന്തകുമാർ സാംബശിവൻ, സീന പള്ളിക്കര, വി ഹർഷകുമാർ, കായംകുളം വിമല, MR പയ്യട്ടം തുടങ്ങിയവർ പങ്കെടുക്കും. കഥാപ്രസംഗ മഹോത്സവം ഈ മാസം 9 സമാപിക്കും. ISL ഫുട്ബോളിൽ ജംഷഡ്പൂർ ഇന്ന് ഗോവയെ നേരിടും. ജംഷഡ്പൂർ JRD ടാറ്റ സ്പോർട്സ് കോംപ്ലക്സിൽ രാത്രി 7:30 മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ബംഗളൂരുവിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ തിങ്കളാഴ്ച. രാജ്യത്ത് ഓൺലൈൻ പണമിടപാട് ഗെയിമുകൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി പുതിയ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ. ഡീസലിന്റെയും വ്യോമയാന ഇന്ധനത്തിന്റെയും കയറ്റുമതി തീരുവ കേന്ദ്ര സർക്കാർ കുറച്ചു. തൊഴിലാളികളുടെ ത്യാഗവും സഹിഷ്ണുതയും ഓർമ്മപ്പെടുത്തി ഇന്ന് സാർവദേശീയ തൊഴിലാളി ദിനം. സംസ്ഥാനത്ത് വേനൽമഴ ശക്തി പ്രാപിക്കുന്നു. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPLൽ ഇന്ന് ഡൽഹി രാജസ്ഥാനെ നേരിടും. ISLൽ ജംഷഡ്പൂർ ഗോവ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.